ഹായ് ഫ്രണ്ട്സ്, അസ്സലാമുഅലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മത്തങ്ങ പുളിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിനുവേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ ഒരെണ്ണമാണ് ഇവിടെ എടുത്തേക്കുന്നത്, ചെറുതായിട്ട് കട്ട് ചെയ്തത്. 3 പച്ചമുളക്, അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടാം. അതൊന്ന് വഴണ്ട് വരണം. ഇനി നമുക്കതിലേക്ക് മത്തങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ പീസ് മത്തങ്ങയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പം ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അതൊരു ഹാഫ് കുക്ക് ആവുന്നിടം വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ അതൊരു പകുതി വേവായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 നുള്ളു ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ടൈമിൽ നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു നാരങ്ങയുടെ വലുപ്പത്തിന് പുളി എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം നമ്മുടെ മത്തങ്ങാപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് സാധനമാണ്. ചോറുണ്ണാൻ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.